പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊസ്തഫ ഖമേനി രാജ്യത്തെ സൈനിക വിഭാഗങ്ങൾക്ക് നിർണായകമായ ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തലിനോട് പ്രതികരിച്ചുകൊണ്ട് താൽക്കാലികമായി സൈനിക നടപടികൾ നിർത്തിവെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ ഈ ശാന്തത യുദ്ധത്തിന്റെ അന്ത്യമല്ലെന്നും പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം തന്റെ ആദ്യ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ ഈ വെടിനിർത്തൽ കേവലം നിരുപാധികമായ ഒന്നല്ലെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വരാനിരിക്കുന്ന നയതന്ത്ര ചർച്ചകളിലെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കും ഈ സമാധാനത്തിന്റെ ആയുസ്. അമേരിക്കയുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ദീർഘകാല സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന നിലപാടാണ് ടെഹ്റാൻ. ഈ ഒരു കണ്ടീഷണൽ പാസ് അഥവാ നിബന്ധനകളോട് കൂടിയ ഇടവേളയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 40 ദിവസങ്ങളായി തുടരുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ തങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങളിൽ ഏതാണ്ടെല്ലാം തന്നെ കൈവരിക്കാൻ സാധിച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. സൈനികമായും തന്ത്രപരമായും ഇറാന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ഈ കാലയളവ് സഹായിച്ചുവെന്നാണ് അവരുടെ വിലയിരുത്തൽ. മേഖലയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ രാഷ്ട്രതലത്തിൽ ചില സുപ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഈ പോരാട്ടത്തിലൂടെ സാധിച്ചുവെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഗ്ചി നടത്തിയ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നു. സമാധാന നീക്കങ്ങളുടെ ഭാഗമായി ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് 2 ആഴ്ചത്തേക്ക് സുരക്ഷിതമായ പാത ഒരുക്കണമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഈ കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണെന്നത് ചർച്ചകളിൽ അവർക്ക് വലിയ നയതന്ത്ര ആയുധമാണ് നൽകുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണ്. ഈ ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. ഉപരോധ നീക്കങ്ങൾ ചെയ്യുക, മേഖലയിലെ വിദേശ സൈനിക സാന്നിധ്യം കുറയ്ക്കുക തുടങ്ങിയ കടുത്ത ആവശ്യങ്ങൾ ഇറാൻ ഈ ചർച്ചകളിൽ ഉന്നയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. മൊജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ കൈക്കൊള്ളുന്ന ആദ്യത്തെ പ്രധാന നയതന്ത്ര നീക്കമാണിത്. തന്റെ പിതാവിന്റെ കർക്കശമായ നിലപാടുകൾ തുടരുന്നതിനൊപ്പം തന്നെ സാഹചര്യത്തിനനുസരിച്ച് നയതന്ത്ര ചർച്ചയ്ക്ക് വാതിൽ തുറന്നിടാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു. ഇത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സൈനിക കേന്ദ്രങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൈന്യത്തോട് ജാഗ്രത പാലിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടത് ഏത് നിമിഷവും പോരാട്ടത്തിലേക്ക് തിരിച്ചു വരാനുള്ള സജ്ജീകരണം ഉറപ്പാക്കാനാണ്. 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷം കൈവന്ന ഈ ഇടവേളയെ ഇറാന്റെ വിജയമായാണ് അവിടുത്തെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്നും മറിച്ച് അവരെ ചർച്ചയുടെ മേശപ്പുറത്ത് എത്തിക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും അവർ അവകാശപ്പെടുന്നു. ദേശീയ വികാരം ഉണർത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ രാജ്യത്തിനകത്ത് ഭരണകൂടത്തിന് വലിയ പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിലെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിന് ആഗോള ഊർജ വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എണ്ണവില കുതിച്ചുയരുന്നുമെന്ന ഭീതിയിൽ കഴിഞ്ഞിരുന്ന ലോകരാഷ്ട്രങ്ങൾ ഇറാന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ 2 ആഴ്ച എന്ന കൃത്യമായ സമയപരിധി നിശ്ചയിച്ചത് അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു അന്ത്യശാസനം കൂടിയാണ്. ചർച്ചകളിൽ പുരോഗതിയുണ്ടായില്ലെങ്കിൽ ഈ പാത വീണ്ടും അടയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും അതീവ രഹസ്യാത്മകത പുലർത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ വലിയൊരു വഴിത്തിരിവ് ഈ ചർച്ചകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുക എന്നത് ആഗോള സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം അതീവ താൽപര്യത്തോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന ഖമേനിയുടെ സന്ദേശം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പാണ്. സമാധാന കരാറുകൾ നിലനിൽക്കുമ്പോഴും ഇറാന്റെ സൈനിക സന്നദ്ധത കുറഞ്ഞിട്ടില്ല എന്നത് മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നില്ല. ഇറാന്റെ സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയും ഈ പോരാട്ടത്തിലൂടെ പരീക്ഷിക്കപ്പെട്ടു. തങ്ങളുടെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ശത്രുവിന്റെ പ്രതിരോധം ഭേദിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചതോടെ ചർച്ചകളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ഇറാന് സാധിക്കും. ഇത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കുന്ന ഘടകമാണ്. നയതന്ത്ര വിജയത്തിനായി സൈനിക കരുത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. 2 ആഴ്ചത്തെ ഈ വെടിനിർത്തൽ കാലയളവിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും മുൻഗണന നൽകും. യുദ്ധം തളർത്തിയ ജനങ്ങൾക്ക് ഈ സമാധാന അന്തരീക്ഷം വലിയ ആശ്വാസമാണ്. എങ്കിലും സൈനിക കേന്ദ്രങ്ങളിൽ ജാഗ്രത തുടരുന്നതിനാൽ ഒരു സാധാരണ അവസ്ഥയിലേക്ക് മേഖല ഇനിയും മാറിയിട്ടില്ല.
അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഈ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന് പശ്ചിമേഷ്യയിൽ ഒരു വലിയ വിജയം അനിവാര്യമാണ്. ഇറാന്റെ ആവശ്യങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറാകും എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ട്രംപിന്റെ നയതന്ത്ര പ്രതിച്ഛായയെയും ബാധിക്കും. പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾ ഈ ചർച്ചകളിൽ ഒരു നിരീക്ഷകന്റെ പങ്ക് വഹിക്കുന്നുണ്ട്. സൗദി അറേബ്യയും യു.എ.ഇയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മേഖലയിലെ സമാധാനത്തിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അവർ ആശങ്കയോടെയാണ് കാണുന്നതെങ്കിലും ഒരു വലിയ യുദ്ധം ഒഴിവാക്കുക എന്നത് എല്ലാവരുടെയും പ്രഥമ ലക്ഷ്യം. മുജ്തബ ഖമേനിയുടെ ഉത്തരവ് പ്രകാരം എല്ലാ സൈനിക യൂണിറ്റുകളും നിശ്ചിത സ്ഥാനങ്ങളിൽ തന്നെ തുടരുന്നുണ്ട്. ഓപ്പറേഷൻ ഹോൾട്ട് അഥവാ നടപടികൾ നിർത്തിവെക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആക്രമണങ്ങൾ പാടില്ലെന്നാണ്. എന്നാൽ പ്രതിരോധത്തിന് യാതൊരു തടസ്സവുമില്ല. ശത്രുപക്ഷത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായാൽ ഉടൻ തിരിച്ചടിക്കാൻ അവർക്ക് അനുമതിയുണ്ട്. ഇറാന്റെ ഈ പുതിയ നയതന്ത്ര നീക്കം ലോക ശക്തികളായ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടെയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ഈ രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. വാർത്താമാധ്യമങ്ങൾ ഈ മാറ്റങ്ങളെ വലിയ പ്രാധാന്യത്തോടെയാണ് വിശകലനം ചെയ്യുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന വാചകം ഒരു യുദ്ധകാഹളമായും അതേസമയം ഒരു പ്രതിരോധ തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു. ചർച്ചയുടെ മേശപ്പുറത്ത് ഇറാന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത്തരം പ്രസ്താവനകൾ സഹായിക്കും. നയതന്ത്രം എന്നത് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം കൂടിയാണെന്ന് ഇത് തെളിയിക്കുന്നു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകൾ ഇപ്പോൾ സുരക്ഷിതമായി നീങ്ങുന്നുണ്ട്. ഇത് ആഗോള എണ്ണ വിപണിയിൽ വില കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ സുരക്ഷ താൽക്കാലികമാണെന്ന ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നിലനിൽക്കുന്നു. ഇറാന്റെ ഈ കരുതലോടെയുള്ള നീക്കം ലോകരാഷ്ട്രങ്ങളെ ചർച്ചയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു സന്ധിയിലാണ്. സമാധാനത്തിലേക്കോ അതോ കൂടുതൽ കടുത്ത യുദ്ധത്തിലേക്കോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാമാബാദ് ചർച്ചാ മുറികളിലുണ്ട്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ തങ്ങളുടെ കരുത്തും തന്ത്രവും ഒരുപോലെ പ്രയോഗിക്കുമ്പോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും സമാധാനത്തിന്റെ ഒരു കവാടം തുറന്നിരിക്കുകയാണ്. ഈ രണ്ടാഴ്ചത്തെ ഇടവേള മാനവികതയ്ക്ക് ഒരു വലിയ അവസരമാണ് നൽകുന്നത്. ആയുധങ്ങൾ നിഷിദ്ധമാക്കുന്നതും നയതന്ത്രം വിജയിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകൾ ഈ ചർച്ചകളിലാണ് കുടികൊള്ളുന്നത്.